ഞാൻ 60 വർഷത്തോളായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട്. SFIൻ്റെ പഴയ രൂപമായിട്ടുള്ള KSFിലാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. മയ്യിൽ ഹൈസ്കൂളിൽ ഞാനും ശ്രീമതി ടീച്ചറിൻ്റെ ഒരേ കമ്മിറ്റിയിലാണ് പ്രവർത്തിച്ചതാണ്. മയ്യിൽ ഹൈസ്കൂളിൽ തുടർന്ന് പിന്നീട് ട്രെയിനിങ്ങിനൊക്കെ പോയതിന് ശേഷം ആണ് പിന്നീട് അധ്യാപകനായി വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലി പ്രവേശിക്കുന്നു. 19 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഞാൻ സ്കൂളിൽ അധ്യാപകനായി ജോയിൻ ചെയ്തു. പക്ഷേ അധ്യാപകനായി ജോയിൻ ചെയ്തപ്പോഴും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്. 25ാമത്തെ വയസ്സിൽ ഞാൻ KSYF, അതായത് DYFൻ്റെ ആദ്യ രൂപം, KSYFൻ്റെ തളിപ്പറമ്പ് താലൂക്ക് സെക്രട്ടറിയാണ്. 25ാമത്തെ വയസ്സിൽ 1975 അടിയന്തരാവസ്ഥയുടെ കാലം. അതിന് തൊട്ടു മുമ്പ് ഗോവിന്ദമാഷായിരുന്നു, MB ഗോവിന്ദമാഷായിരുന്നു അന്നത്തെ അടുത്ത സെക്രട്ടറി. അയാൾ ജില്ലാ സെക്രട്ടറി ആയിട്ട് പോയി. ഞാനാണ് പിന്നീട് അവിടെ തളിപ്പറമ്പിൽ KSYFൻ്റെ സെക്രട്ടറി ആയിട്ട് വന്നത് അടിയന്തരാവസ്ഥയിൽ. തുടർന്ന് അടിയന്തരാവസ്ഥ നിങ്ങൾക്കറിയാം, ഒരാളും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വരാൻ ധൈര്യം കാണിക്കാത്തൊരു കാലമാണ്. നിങ്ങൾക്കാർക്കും അനുഭവം ഉണ്ടാവില്ല, ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആർക്കും അടിയന്തരാവസ്ഥയുടെ അനുഭവം ഉണ്ടാവില്ല. അപ്പോൾ എത്രയോ പത്രക്കാരെ ക്രൂരമായി പീഡിപ്പിച്ചൊരു കാലമായിരുന്നു. അതുകൊണ്ട് ആ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്ന് പറഞ്ഞാൽ ആരും അതിന് മുതിരില്ല. എന്നാൽ അപ്പോഴാണ് ഞാൻ KSYFൻ്റെ താലൂക്ക് സെക്രട്ടറി ആയിട്ട് പോയിരുന്നത്. അന്ന് മരിച്ചുപോയ CK നാരായണൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, CMB ആയി പിന്നീട് അയാൾ പോയി. ആ CK നാരായണൻ പ്രസിഡന്റ്, സെക്രട്ടറി ഞാൻ. പിന്നീട് തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി KKM പരിയാരം സെക്രട്ടറി ആയിട്ടുള്ള ഏരിയ കമ്മിറ്റിയിൽ ഞാനും MB മാഷും ഒരേ കമ്മിറ്റി മെമ്പർമാരാണ്. ആ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായി. അന്ന് ശ്രീകണ്ഠപുരം ഏരിയ വേറെ ഇല്ല. കൂട്ടുപുഴ പാലം മുതലിങ്ങ് ഇവരെല്ലാം എല്ലാം മലയോര മേഖലയെന്ന് ഈ തളിപ്പറമ്പ് ഏരിയൻ്റെ കീഴിലാണ്. പിന്നീടാണ് ശ്രീകണ്ഠപുരം ഏരിയ രൂപീകരിച്ചത്. ശ്രീകണ്ഠപുരം ഏരിയ രൂപീകരിച്ചപ്പോൾ ആ ഏരിയയുടെ സെക്രട്ടറി ആയിട്ട് ഞാനാണ് ചുമതലയേറ്റത്. തന്നെയാണ് നിശ്ചയിച്ചത്. അത് 1981. അന്ന് എനിക്ക് ഏകദേശം 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ഏരിയ സെക്രട്ടറി ആവുന്നത്. അതും പാർട്ടിക്ക് വളരെയേറെ സ്വാധീനം കുറഞ്ഞ മലയോര മേഖലയിൽ യാത്രാ സൗകര്യം തീരെയില്ല. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ നടന്നിട്ട് 8-9 കിലോമീറ്റർ നടന്നിട്ടാണ് ശ്രീകണ്ഠപുരത്ത് എത്തുക. ശ്രീകണ്ഠപുരത്തും വാഹന സൗകര്യങ്ങളൊന്നുമില്ല. ശ്രീകണ്ഠപുരത്ത് മലപ്പുറത്ത് അടുത്ത കാലത്താണ് മലപ്പുറത്ത് വാഹനങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്. കടവും കടന്ന് ശ്രീകണ്ഠപുരം നടന്ന് അവിടുന്ന് ചെമ്പേരി, വയ്യാവൂർ, കുടിയാമല തുടങ്ങി മലയോര മേഖലയിൽ പോയാൽ 1 ദിവസം 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരിക. അവിടെ വാഹന സൗകര്യം കുറവാണ്. ആ ഘട്ടത്തിലാണ് അവിടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ട് ഞാൻ ചുമതലയേൽക്കുന്നത്. തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിൽ അന്ന് മലയോരത്തുണ്ടായിരുന്നത് KM ജോസഫായിരുന്നു. നിങ്ങൾക്ക് അറിയുണ്ടാവും, ജോസഫ് മരിച്ചുപോയി. പിന്നീട് അവിടെ നല്ല പാർട്ടി ശക്തിപ്പെട്ടു. നിരവധി പാർട്ടി കേഡേഴ്സ് അവിടെ ഉയർന്നു വന്നു. നിരവധി സഖാക്കൾ അവിടെ ഉയർന്നു വന്നു. അങ്ങനെ ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ നിരവധി പാർട്ടി സഖാക്കൾ, യുവാക്കൾ നേതാക്കന്മാരായി മാറിയിട്ടുള്ളത്. ഇന്നത്തെ നമ്മളെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള PV ഗോപിനാഥ്, അഴീക്കോട് MLA ആയിട്ടുള്ള KV സുമേഷ്, ഇങ്ങനെ നിരവധി കൊല്ലം ജില്ല ഗവൺമെൻറ് അതിന് താഴെയുള്ള ആളുകളുമുണ്ട്. ചെറുപ്പക്കാർ ആ ഇവിടെ വളർന്നു വന്നു. പാർട്ടി ശക്തിപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ പിന്നീട് അപ്പോൾ ഞാൻ തന്നെയാണ് അവിടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പ്രവർത്തിച്ചത്. പിന്നീട് ഇടവേളകളിൽ ചുരുക്കം അധ്യാപക ജോലിക്ക് സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ, ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്തപ്പോൾ പിന്നീട് ജെയിംസ് മാത്യു, KR കുഞ്ഞിരാമൻ എന്ന് പറയുന്ന സഖാവും അവിടെ ഏരിയ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കോട്ടയമിൽ
പിന്നെ വീണ്ടും ഞാൻ തന്നെ അവിടെ ചുമതലയേൽക്കേണ്ടത്. പാർട്ടി പറഞ്ഞ് ലീവ് എടുത്ത് ഏരിയ സെക്രട്ടറി പ്രവർത്തിക്കുന്നത് വീണ്ടും പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ പിന്നെ ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായിട്ട് വീണ്ടും ചുമതലയെടുത്തു. നീണ്ട 20 വർഷക്കാലം ഞാൻ ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി ആയിരുന്നു. 20 വർഷക്കാലം ഘട്ടങ്ങളില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ രാഷ്ട്രീയ ഞാൻ എന്തിനാ നിങ്ങൾ അരാജകമായിട്ട് വന്നത്, എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? കാരണം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തുകൊണ്ട് എന്ന് നിങ്ങളോട് പറയണമെന്നുണ്ട്. ഇല്ലെങ്കിൽ എന്നെ അറിയുന്ന എൻ്റെ ചരിത്രം അറിയുന്ന കുറേ ആളുകൾ ഇതിലുണ്ടാവും. അവർ ധരിക്കും എന്തേ മാഷ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത്രയും കടുത്ത കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതി തുടർന്ന് ഇന്നേ വരെ ഒരു ഓർലോ അതിനെ ഏൽപ്പിക്കാത്ത മാഷ് എങ്ങനെയാണ് ഇന്ന് ഇങ്ങനെയൊരു നിലപാടെടുത്തതെന്ന് നിങ്ങളിൽ പലരും സംശയിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു കഥ പറയുന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയാണ് ആ കാലത്ത് അവിടെ നിന്നത്. പിന്നെ മയിൽ ഏരിയ കമ്മിറ്റി മയിൽ കുറേയേറെ സംഘടനാ പ്രശ്നം മയിലുണ്ടായപ്പോൾ മയിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് ചുമതലയെടുക്കാൻ പറഞ്ഞു. അവിടെയും ഞാൻ 5 വർഷം മയിലിൻ്റെ ചുമതലയെടുത്തു. പിന്നീട് തളിപ്പറമ്പിൻ്റെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ആയിട്ടും മണ്ഡലം കമ്മിറ്റി ചുമതലയായിട്ടും തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ചുമതലയായിട്ടും 10-15 വർഷത്തിലേറെ അവിടെയും പ്രവർത്തിച്ചു. ഇത്തരത്തിൽ സംഘടനാ രംഗത്ത് ഇത്രയും കാലം, ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും കാലത്ത് പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ഒരാൾ വേറെ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല. ഇതങ്ങനെ അവർ വേറിട്ട് ഇത്രയും കാലം 25 വർഷക്കാലം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പ്രവർത്തിച്ച ഒരാളാണ്. 25 വർഷക്കാലം. അപ്പോൾ ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം പറയാനിടയായതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ഞാൻ ഇപ്പോൾ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇപ്പം കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ പാർട്ടിയിൽ ഇതേവരെ കണ്ടിട്ടില്ലാത്ത ചില പ്രവണതകൾ ഈ 60 വയസ്സക്കാലത്തിനിടയിൽ, ഈ വർഷക്കാലത്തിനിടയിൽ ഞങ്ങളെ പാർട്ടിയിൽ കണ്ടിട്ടില്ലാത്ത ചില പ്രവണതകൾ ഇപ്പോൾ കാണുകയാണ്. അതിനെ ശക്തമായിട്ട് ഞാൻ എതിർക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ചില കാര്യങ്ങളിൽ പാർട്ടി സംഘടനക്കുള്ളിൽ ശക്തമായ വിമർശനം നടത്താറുണ്ട്. അതിന് ദോഷമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ദോഷ ഗുണം നോക്കിയിട്ടൊന്നല്ല ഞാൻ ചെയ്തു. ഞാൻ നിലപാട് പറയുന്നു.